ഹായ്. അപ്പോൾ ഇന്ന് ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെപ്പറ്റി സംസാരിക്കാം. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് എല്ലാ മനുഷ്യർക്കും ഒരു കൺഫ്യൂഷൻ അവരുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉണ്ടാവാറുണ്ട്. കാരണം നമ്മളിവിടെ എന്തോ ചെയ്യാനാണ് വന്നതെന്നൊരു പൊതുവായ ധാരണ മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ഒരു പേടി, കൺസേൺ ഒക്കെ ഉണ്ടാകുന്നത്. നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്തോ ചെയ്യുന്നില്ല. അത് കാരണം നമ്മുടെ ജീവിതം ആകെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ചിന്തകൾ മനുഷ്യനെ വല്ലാതെ വേട്ടയാടും. അത് കാരണം പല മനുഷ്യർക്കും ജീവിതത്തിൽ വേറെ അവർ ചെയ്യുന്ന പല കാര്യങ്ങളും അവർക്ക് പോരാൻ തോന്നും. കാരണം അവർക്ക് തോന്നും വി ആർ സപ്പോസ് ടു ഡു സംതിങ് ബിഗ്ഗർ. നമ്മളെന്തോ വലിയ കാര്യം ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്നൊരു ധാരണയുണ്ട്. അപ്പോൾ നമ്മളൊരു ചെറിയ നോർമൽ ലൈഫാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ ആ വലിയ കാര്യം ചെയ്യുന്നില്ല. നമ്മൾ ആ വലിയ കാര്യത്തിൽ നിന്ന് താഴേക്കിടയിൽ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. നമ്മുടെ റിയൽ പൊട്ടൻഷ്യലിലേക്ക് നമ്മൾ എത്തുന്നില്ല എന്ന് പറഞ്ഞ് ആളുകൾ വല്ലാതെ വറീഡ് ആവുന്നതിനെ പറ്റി ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഒരുപാട് വർഷങ്ങളോളം അങ്ങനെ വറി ചെയ്തിരുന്നു. കാരണം എനിക്ക് ജീവിതത്തിൽ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആലോചിക്കും എന്താണെൻ്റെ ലക്ഷ്യം? ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചു പോയില്ലേ. അപ്പോൾ എൻ്റെ ലക്ഷ്യം കൈവരിക്കേണ്ടത് ഒരു ആവശ്യകത ഉണ്ടല്ലോ. അപ്പോൾ എന്ത് വേണമെന്നറിയാതെ ഒരുപാട് അലഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിനാണ് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. കേൾക്കുമ്പോൾ കോമഡി ആയിട്ട് തോന്നില്ലേ, ഇവൻ എന്താണ് ഈ പറയുന്നതെന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടാവും. പക്ഷേ ഞാൻ പറയുന്നതിൻ്റെ ആ ഒരു ഡീപ്പ് പോയിൻ്റ് ഓഫ് വ്യൂ നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പറയുന്നത് ജീവിച്ചിരിക്കുക എന്നുള്ളത് തന്നെയാണ്. നോക്കൂ, നിങ്ങൾ എത്ര കാലം ജീവിച്ചാലും നിങ്ങൾ ശരിക്കും സ്വാഭാവികതയോടുകൂടി യഥാർത്ഥത്തിൽ ജീവിക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ 100 വയസ്സ് വരെ ജീവിച്ച് മരിക്കുന്ന പല ആളുകളും പോലും അവർ അവരുടെ ജീവിതത്തിൽ ശരിക്കും ജീവിക്കുന്നില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറിയാലും ഇനി അമേരിക്കയുടെ പ്രസിഡൻ്റായി മാറിയാൽ പോലും അവർ 100 വയസ്സ് വരെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ജീവിച്ചാൽ പോലും പലരും ജീവിതം ജീവിക്കാതെയാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ജീവിതം ഇപ്പോൾ ഈ നിമിഷത്തിൽ ഇവിടെ ഉണ്ട്. എത്ര പേരാണ് ഈ നിമിഷത്തിൽ ഇപ്പോൾ ഇവിടെ ഉള്ളത്? ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ശരിക്കും ഈ വീഡിയോ കാണുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ വേറെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, പഴയ കാര്യങ്ങൾ ഓർക്കുന്നു, ഫ്യൂച്ചറിനെ പറ്റി പ്ലാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കുന്നു, അല്ലെങ്കിൽ വറീഡ് ആവുന്നു. ഇങ്ങനെ ഒരു കോൺസ്റ്റൻ്റ് ഒരു ട്രെയിനിൻ്റെ ഒരു ശൂളം വിളിയാണ് നമ്മുടെ തലയിലുള്ളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. എപ്പോഴെങ്കിലും നിങ്ങൾ സ്വസ്ഥമായിട്ട് ഈ നിമിഷത്തിൽ ഇരുന്നിട്ടുണ്ടോ? ഇപ്പം ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സ്വസ്ഥമായി സമാധാനമായി ഒന്നിനെ പറ്റിയും വറി ചെയ്യാതെ. സത്യമായി നിങ്ങളിപ്പോൾ ഈ നിമിഷത്തിൽ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഓക്കെ, അപ്പോൾ ഒരു പ്രശ്നമില്ലാതെ ഞാൻ ഇരുന്നാൽ മതിയോ? അതാണോ എൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്ന്? ആക്ച്വലി നിങ്ങളങ്ങനെ ഇരുന്ന് നോക്കൂ ഒരു തവണയെങ്കിലും. അപ്പം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും എന്താണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്ന്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാനുള്ളൊരു അനോളജി ഒരു പൂവിൻ്റേതാണ്. ഈ ജിത്തു കൃഷ്ണമൂർത്തിയും ഓഷോയും തുടങ്ങിയ ആളുകളൊക്കെ ഒരു പൂവിൻ്റെ അനോളജി ഉപയോഗിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനും അതെപ്പോഴും ഉപയോഗിക്കാറുണ്ട്. കാരണം ഞാൻ കുഞ്ഞിലേ മുതൽ എൻ്റെ വീട്ടിൽ എപ്പോഴും ഒരുപാട് ചെടികളുണ്ടാവും. എൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരുപാട് ചെടിയൊക്കെ പൂവൊക്കെ റോസയൊക്കെ നടുന്ന ആളാണ്. അപ്പം ഞാനെപ്പോഴും എൻ്റെ വീട്ടിലെ റോസാ ചെടിയിലേക്ക് നോക്കാറുണ്ട്. ഈ റോസാ ചെടിയിൽ എപ്പോഴും ലൈക്ക് ഒരു ഇടവിട്ടുള്ള സമയങ്ങളിൽ പൂവുണ്ടായിരിക്കും. ഞാൻ ആലോചിക്കും എന്താണ് ഈ റോസാ ചെടിയുടെ പർപ്പസ്? ആ പൂവ് ഒരു മൊട്ടായി വന്ന് അത് വിരിഞ്ഞ് അത് കുറച്ച് കഴിയുമ്പോൾ വാടി കരിഞ്ഞങ്ങ് പോകും. ഈ പൂവിൻ്റെ പർപ്പസ് എന്താണ്? അതിൻ്റെ പർപ്പസ് അതിൻ്റെ എക്സിസ്റ്റൻസ് തന്നെയാണ്. നമുക്കത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ഉള്ളിലെ ഈഗോ, നമ്മുടെ സെൽഫ് സെൻറ്റേർഡ്നെസ്, നമ്മുടെ ഞാനെന്ന ഭാവമാണ് ഇതൊന്നും പോരാ, ഇതിനപ്പുറത്തേക്ക് എന്തോ ഉണ്ട് എന്നുള്ളൊരു തള്ളലിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നത് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ്, സാധാരണക്കാരനായിരിക്കാൻ വേണ്ടിയാണ്. ടു ബി ഓർഡിനറി ഈസ് റിയലി ടു ബി എക്സ്ട്രോർഡിനറി എന്ന് പറയും. അതായത് നമ്മളെന്തോ ആവണം, നമുക്ക് മറ്റതാവണം, നമുക്ക് അത് അച്ചീവ് ചെയ്യണം, ഇത് അച്ചീവ് ചെയ്യണം, നമ്മളെന്തോ ആയിത്തീരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എക്സ്ട്രോർഡിനറി ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നോ വൺ വാണ്ട്സ് ടു ബി ഓർഡിനറി. ഒരു കോൺസ്റ്റൻറ്റ് ബിക്കമിങ് ആണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് മനുഷ്യൻ്റെ പരാജയം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ നിമിഷത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഇരിക്കാൻ സാധിക്കും. പക്ഷെ അങ്ങനെ ഇരിക്കാൻ ആരും തയ്യാറല്ല. കാരണം നമ്മൾ എന്തിനോ തേടി ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്തിനോ വേണ്ടി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഇപ്പോൾ ഈ നിമിഷം ഇവിടെയുള്ള പൂർണ്ണത കാണാൻ സാധിക്കുന്നില്ല. നോക്കൂ, നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം നിങ്ങൾ തള്ളിക്കളഞ്ഞ് ഒരു പണിയെടുക്കാതെ വെറുതെ ഇരിക്കുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു ആന്തരികമായ മൂവ്മെൻറ്റിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ സൈക്കോളജിക്കൽ ലെവലിൽ നമ്മളെപ്പോഴും കോൺസ്റ്റൻ്റായി മറ്റെന്തോ ആയി തീരാൻ ശ്രമിക്കുകയാണ്, നമ്മൾ മറ്റെന്തോ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, നമ്മൾ എങ്ങോട്ടോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ നിമിഷത്തിൽ നമുക്ക് എല്ലാം കംപ്ലീറ്റ്നെസ്സും സാറ്റിസ്ഫാക്ഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് കർമ്മവും നിങ്ങൾക്ക് വളരെ ആയാസമായിട്ട് ചെയ്യാൻ സാധിക്കും.
വളരെ ഈസിയായി ചെയ്യാൻ സാധിക്കും. കാരണം അതെല്ലാം സ്വാഭാവികതയിൽ തന്നെത്താനെ സംഭവിച്ചോളും. നമ്മൾ ഒരു എഫേർട്ട് പോലും ഇടണ്ട. എഫേർട്ട്ലെസ് ആക്ഷൻ എന്ന് സെൻ ബുദ്ധിസത്തിലൊക്കെ പറയുന്നത് ഇതിനെ പറ്റിയാണ്. അതായത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളെന്തോ ചെയ്യുകയാണ്, നമ്മളെന്തോ അച്ചീവ് ചെയ്യാൻ പോവുകയാണ്, നമ്മളങ്ങ് തകർക്കാൻ പോവുകയാണ് എന്നുള്ള ചിന്തയില്ലാതെ സ്വാഭാവികമായ ജീവിതത്തിനങ്ങ് ഒഴുകാൻ വിടുകയാണ്. അങ്ങനെ വിടുമ്പോൾ ചില ആളുകൾ ചിലപ്പോൾ വെറുതെ ഇരിക്കും. കാരണം അവരുടെ ജീവിതത്തിൻ്റെ കർമ്മം അതായിരിക്കാം. ചില ആളുകൾ ഒരുപാട് മുകളിലേക്ക് പോകും. ലോകം മൊത്തം അറിയപ്പെടുന്ന ഫിലോസഫറായി മാറിയ അലൻ വാട്സ് ആക്ച്വലി അങ്ങനെ ഒരു ജീവിതം ജീവിച്ച ആളാണ്. അദ്ദേഹം ഈ ഒഴുക്കിനോടൊപ്പം യാത്ര ചെയ്തു. അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ വെറുതെ ഇരിക്കുകയല്ല ചെയ്തത്. അദ്ദേഹം ലോകം മൊത്തം യാത്ര ചെയ്തു. ലോകത്തിലെ എല്ലാ ഫിലോസഫികളെ പറ്റി മനസ്സിലാക്കി. അതിനെപ്പറ്റി എല്ലാം സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം ഏറ്റവും കൂടുതൽ സംസാരിച്ചത് സെന്നിനെ പറ്റിയാണ്. കാരണം സെൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് അദ്ദേഹത്തെ വല്ലാതെ ടച്ച് ചെയ്തത്. എങ്ങനെ സ്വാഭാവികതയോടുകൂടി ജീവിക്കാമെന്ന് സെൻ ബുദ്ധിസം അദ്ദേഹത്തെ പഠിപ്പിച്ചു. സോ അദ്ദേഹം അതുകൊണ്ട് സ്വസ്ഥമായിട്ടിരുന്നു. അദ്ദേഹം എപ്പോഴും റിലാക്സ്ഡ് ആയിട്ടിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശക്തി, അദ്ദേഹത്തിൻ്റെ ഓറയുടെ ഒരു പവർ. നമ്മളൊക്കെ അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടാൽ കേട്ടിരിക്കാൻ തോന്നും. കാരണം അദ്ദേഹം അത് ഒരു എഫേർട്ട് ഇല്ലാതെ ചെയ്യുന്നത് കൊണ്ടാണ്. നിങ്ങൾ എഫേർട്ട് ഇല്ലാതെ എന്ത് കാര്യം ചെയ്യുന്നുണ്ടോ അതെല്ലാം എഫേർട്ട്ലെസ് ആക്ഷനാണ്. അതെല്ലാം സ്വാഭാവികതയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതെല്ലാം നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ആത്മീയമായിട്ടുള്ള അശുദ്ധ ബോധത്തിൽ നിന്നുള്ള ആക്ടിവിറ്റി ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നോക്കൂ, നമ്മളെ കുഞ്ഞിലേ മുതൽ നമ്മളിവിടെ ഈ സമൂഹത്തിൽ വളരുന്ന സമയം മുതൽ എല്ലാവരും നമ്മളോട് പറയുന്നത് നമ്മൾ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അതായിത്തീരണം, ഇതായിത്തീരണം എന്നാണ്. ആരും നിന്നോട് നീയായിരിക്കുക എന്ന് പറയില്ല. നീയായിരിക്കുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം ആരും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ, ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാതെ എല്ലാവരും വല്ലാതെ തന്ത്രപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ള, എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിന് അൾട്ടിമേറ്റ്ലി ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു ലക്ഷ്യമേ ഉള്ളൂ. അത് ശുദ്ധബോധത്തെ അറിയുക, അല്ലെങ്കിൽ ശുദ്ധബോധമായി മാറുക, അല്ലെങ്കിൽ നീയായിരിക്കുക എന്ന് പറയുന്ന പർപ്പസ് മാത്രമാണ്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളൊരു പൂവിനെ പോലെയാണ്, ഒരു റോസാ പൂവിനെ പോലെയാണ്. നിങ്ങൾ പൂവായി തന്നെ നിലനിൽക്കുന്നു. നിങ്ങളുടെ മൊട്ട് വരുന്നു, അത് വിരിയുന്നു, മനോഹരമായി നിൽക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അതിന് പ്രായമാകുമ്പോൾ അത് വാടുന്നു, കരിയുന്നു, പോകുന്നു. എന്ന് വെച്ച് ഈ പൂവിൻ്റെ ചുറ്റിനും ഒരു ആക്ടിവിറ്റി സംഭവിക്കാതിരിക്കുന്നില്ല. പൂവിൽ നിന്ന് ചില എൻസൈമുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, നല്ല മണം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ മണം അടിച്ച് വണ്ടുകൾ വരുന്നുണ്ട്. ഇവിടെ പരാഗണം ഉൾപ്പെടെയുള്ള പല ബയോളജിക്കൽ പ്രോസസ്സുകളും സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം സംഭവിക്കാൻ വേണ്ടി ആ പൂ പ്രത്യേകിച്ച് എഫേർട്ടൊന്നും ഇടാറില്ല. ആ പൂ പൂവായി തന്നെ നിലനിൽക്കാറേ ഉള്ളൂ. ആ പൂ അതിൻ്റെ സ്വാഭാവികതയോടുകൂടി നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. ആ പൂ ഈ വണ്ടുകളെയോ മറ്റ് ജീവികളോ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി വലിച്ചെടുക്കാൻ ശ്രമിക്കാറില്ല. അതിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടാകുന്ന സുഗന്ധത്തിൽ മണമടിച്ച് ഈ കരിവണ്ടുകളൊക്കെ അല്ലെങ്കിൽ ഈ തേനീച്ചയൊക്കെ അതിലേക്ക് വരും. ആ പൂവിന് ആരെയും എൻ്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ, അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ട കാര്യമില്ല. ഏത് നഗരത്തിൻ്റെ നടുക്കായാലും ഏത് കൊടുങ്കാട്ടിലായാലും ഒരു പൂ സ്വസ്ഥമായി ഭംഗിയായി വിരിയുന്നത് എന്നെ ആരെങ്കിലും കണ്ട് അഡ്മയർ ചെയ്യുമോ, എന്നെ തേടി വണ്ട് വരുമോ എന്ന് ആലോചിച്ചിട്ടല്ല. പക്ഷേ അവിടെ ഉറപ്പായും വണ്ട് വന്നിരിക്കും. കാരണം ദേ ആർ നോട്ട് ട്രൈങ് ടു ബിക്കം സംതിങ്. അവരെന്തോ ആവാൻ ശ്രമിക്കുന്നില്ല. അവർ സ്വാഭാവികതയോടുകൂടി അവരായി നിലനിൽക്കുകയാണ്. നിങ്ങളും അങ്ങനെ നിലനിന്ന് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ആളുകൾ വരും, നിങ്ങളിലേക്ക് ഒഴുകി വരും. നിങ്ങളുടെ സ്വാഭാവികതയാണ് ശരിക്കും ജീവിതത്തിൻ്റെ ലക്ഷ്യം. ആ സ്വാഭാവികതയിലേക്ക് എത്തിക്കഴിയുമ്പോൾ പിന്നെ ജീവിക്കാൻ നിങ്ങൾ പ്രത്യേകം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ പ്രത്യേകിച്ച് അച്ചീവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സൈക്കോളജിക്കലിയാണ് പറയുന്നത്. കർമ്മം ഓട്ടോമാറ്റിക്കലി സംഭവിച്ചുള്ളൂ. അപ്പോൾ ഒരു ഡൂവർഷിപ്പ് ഇല്ലാതെ ഫ്രീ ആയി ഈ കർമ്മം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനും ആസ്വദിക്കാനൊക്കെ സാധിക്കും. അങ്ങനെ സാധിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു ഈസി അല്ലെങ്കിൽ ബെറ്റർമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സുഖം, ഒരു പ്ലഷർ നിങ്ങൾക്ക് അനുഭവപ്പെടും. ഈ നമ്മുടെ ഈ ലഹരികൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന പ്ലഷറിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഈ ജീവിതത്തിന് മൊത്തത്തിലൊരു സുഖമുണ്ട്. പലപ്പോഴും പഴയതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കുന്നത് കൊണ്ടും ഭാവിയെപ്പറ്റി ആലോചിച്ച് ആശങ്കപ്പെടുന്നത് കൊണ്ടും നമ്മൾ ആ സുഖം അറിയാറില്ല. ഈ നിമിഷത്തിൽ ഇപ്പോൾ ഒന്നിനെപ്പറ്റി ആലോചിക്കാതെ നീയായിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്വാഭാവികത സംഭവിക്കും. ആ സ്വാഭാവികത ഒരു സുഖമാണ്. ആ സുഖത്തിൽ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയും. നമ്മളത് എത്രത്തോളം ആ ലെവലിൽ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്ത് ഫോർവേഡിൽ പോയിക്കൊണ്ടിരിക്കുന്നോ അത്രത്തോളം അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിക്കൊണ്ടിരിക്കും. ഒരുപക്ഷേ ലൈംഗികതയ്ക്കും കാമത്തിനും ഒന്നും തരാൻ കഴിയാത്തതിനപ്പുറത്തൊരു പ്ലഷർ നിങ്ങൾക്ക് തരാൻ അതിന് സാധിച്ചെന്നിരിക്കും. സോ നിങ്ങളതിനു വേണ്ടി ട്രൈ ഇറ്റ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു.